എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തെക്കുംപാടത്താണ് കേട്ടോ നമ്മളുള്ളത്. അമ്മ കുറേ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി പൊടിച്ച് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതൊന്നല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മളിന്നേ അച്ഛൻ കുറച്ച് കപ്പ നട്ടുണ്ട് ചാക്കിൽ. അപ്പോൾ അത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായി ചാക്കിൽ കപ്പ നട്ടപ്പോൾ ഏട്ടൻ കളിയൊക്കെ ചെയ്ത് ഇതിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ മുമ്പൊക്കെ പറിച്ചപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഏട്ടനെ പറിക്കാൻ പോണേ. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഇല്ലെങ്കിൽ ഏട്ടൻ കളിയാക്കും ഞങ്ങളേട്ടാ. എന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്കൊരു 2 ചാക്കിലത്തെ പറിച്ചിട്ട് ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കപ്പ പറിക്കാൻ പോവാം. ഹലോ, അച്ഛനേ ചാക്കില് കൊള്ളി നട്ടിട്ടുണ്ടായിരുന്ന. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കില് കൊള്ളി നട്ടാൽ വളരില്ലാന്ന്. അപ്പൊ പരീക്ഷണം നോക്കണം, പറിച്ചു നോക്കാട്ടാ. ഫസ്റ്റ് പറിക്കലാണ്, നോക്കട്ടെ. ചാക്കിൽ നട്ടത് പറിക്കാണ് കേട്ടാ. പറയാം പറയാം ഇതിന്റെ കണക്കിൽ വല്ലതും ഉണ്ടോന്നുള്ളത്. ചാക്ക് നോക്കണ്ടേട്ടാ. അയ്യോ, നമുക്കിതിൽ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിലേ നമുക്ക് നോക്കട്ടെ. ആദ്യം ചാക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പരിപാടിയാണിത്. അച്ഛൻ്റെ ബുദ്ധിയാണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നോക്കട്ടെ, ഞാൻ വരുന്നുണ്ട്. മൂന്നെണ്ണം ചാക്കിൽ വെച്ചിട്ടുണ്ട്. 3 നഷ്ട കച്ചവട. ഇനി അത് പറിച്ചു നോക്കാം. 3 മതിയാ? പോരാ, ഇനി ഇതുകൊണ്ട് പറിച്ചു നോക്കാം. അത് നമുക്കറിയില്ല. അത് ശരിയാട്ടാ. ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചില്ലേ. അപ്പോൾ ഇതിനൊരു ഇത് വന്നു. പക്ഷേ എന്നാലും നോക്കട്ടെ. എൻ്റെ അമ്മേ, നോക്കട്ടെ. കൃഷി, അയ്യോ വയ്യ. പ്രിയപ്പെട്ടവരെ, വമ്പൻ ഇതിൽ കണ്ണ് തള്ളണ കൊള്ളി, കണ്ണ് തള്ളും. ഈ കൊള്ളി പറിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ? അവരുടെ പ്രേക്ഷകർ, നമ്മളെ കാണുന്നവരുടെ വരുന്നു അച്ഛൻ്റെ കൊള്ളി സമ്പാദ്യം. അപ്പോഴും ഞാൻ പറഞ്ഞു ചാക്കിലിട്ടത്. കൊള്ളി വരുന്നുണ്ട്, കൊള്ളി വിളവെടുത്തു. എൻ്റെ അമ്മോ, ഏട്ടൻ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടൊന്നും കൊള്ളി കിട്ടിയില്ല കേട്ടാ. ഞങ്ങൾ മുന്നത്തെ ഒരു ദിവസം ഇതുപോലെ പറിച്ചപ്പോൾ നന്നായിട്ട് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏട്ടനെ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് പോയതാ. കളിയാക്കില്ലല്ലോ, അന്ന് കിട്ടിയ പോലെ തന്നെ കിട്ടൂലോ എന്ന് വിചാരിച്ച് വിളിച്ചോണ്ട് പോയതാണ് കേട്ടോ. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും കൊള്ളി കിട്ടിയില്ല കേട്ടാ. എന്നാലും നമ്മളുടെ ഇന്നത്തെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 കിലോന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഏട്ടൻ ഞങ്ങൾക്ക് അത് തൊലിയൊക്കെ പൊളിച്ച് നുറുക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും കടയിൽ തിരക്ക് വന്നു. അപ്പോൾ ഏട്ടൻ നുറുക്കിയൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങൾ ഇതേ വന്നിട്ട് പിന്നെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കപ്പ. ഇനി നമുക്കത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കണത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ചതച്ചതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി നമ്മുടെ കപ്പ നന്നായിട്ട് ഉടഞ്ഞ് കുറുകി വരണം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ കപ്പയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പാകത്തിനാണോ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് അങ്ങ് തിക്കായി പോവരുത് ട്ടാ. ഇത്തിരി ലൂസ് വേണം. അല്ലെങ്കിൽ നമ്മൾ കപ്പ ഇരിക്കും തോറും അത് പിന്നെ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി മാറും. അപ്പം അതുകൊണ്ട് ചെറിയൊരു ലൂസിലാണ് ട്ടോ എടുത്തേക്കണത്. ഇനി നമുക്ക് അതിലേക്ക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, വേപ്പിലയൊക്കെ ഇട്ട് താളിച്ചെടുത്ത് നമ്മളുടെ കപ്പയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നാളേരപ്പാലിൽ ഇങ്ങനെ കുറുകി എടുത്തിട്ടുള്ള കപ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ദേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കുഞ്ഞിതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവോള ഒന്ന് വഴറ്റാൻ വെക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ എല്ലാ പൊടിയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടിയിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി എല്ലാം കൂടി നമ്മൾ അതിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് അങ്ങോട്ട് തട്ടിയിട്ടാ. നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കനിൽ മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണത് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ അടച്ച് വെച്ച് വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനിൽ തെളിഞ്ഞൊക്കെ വരും. പക്ഷെ അതുവരെ നോക്കി നിൽക്കാനുള്ള സമയം നമുക്കില്ല. നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടയിൽ തിരക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതേ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുറുകി എടുത്തിട്ടൊന്നുമില്ല. ഇത്തിരി ലൂസിലാണ് കേട്ടോ എടുത്തേക്കണത്. നമുക്ക് വൈകുന്നേരത്തേക്ക് ഇത്തിരി പൊറോട്ട മേടിക്കണം. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുത്തേക്കണത്. അപ്പം നമുക്കിനി പാൽക്കപ്പയും ചിക്കൻ കറിയും കഴിക്കാം. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇപ്പം നമ്മുടെ ഈ പാൽക്കപ്പ വിളമ്പിയപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? നമ്മളുടെ പിടി ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കോഴിക്കറിയും പിടിയൊക്കെ വെച്ച് കഴിക്കാറില്ലേ, ആ ഒരു പിടിയുടെ ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക് വന്നത്. അപ്പം അത് നമ്മളുടെ പാൽക്കപ്പയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ വറുത്തതും സവോളയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കട്ടെ. അപ്പം ഇതുവരെയായിട്ടും പാൽക്കപ്പ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമ്മുടെ ചക്കിക്കുട്ടീനെ കാണാനായിട്ട് ഇതേ 3 ക്രിസ്മസ് അപ്പൂപ്പന്മാർ കണ്ടാ വന്നിരിക്കണത്. ഇവർ കുറേ നേരം ഇവരെ പുൽക്കൂട് കാണാനൊക്കെ ആയിട്ട് ഞങ്ങളെ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ പുൽക്കൂട് കാണാനായിട്ട് ഇവരെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഒന്നും കൂടെ തന്നെ ഉമ്മ, ഉമ്മ തന്നെ, ഉമ്മ തന്നെ. അതന്നെ ഒരു ഉമ്മയും കൂടെ കൊടുത്ത ചേച്ചിക്ക്. ചക്കി ഒരു ഉമ്മയും കൂടെ കൊടുത്ത ചേച്ചിക്ക്. ഇവർ ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയുടെ മുകളിലായിട്ടാ. അപ്പം തൊട്ട് ഞാൻ വിചാരിക്കണതാണ് ഇവർ ഈ പുൽക്കൂട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇവർ ഒരാഴ്ച മുമ്പ് തന്നെ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതിൽ തേനയൊക്കെ പാവി മുളപ്പിച്ച് നന്നായിട്ട്, എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും പക്ഷെ ഇവർ നല്ല ഒറിജിനലായിട്ട് തേനയൊക്കെ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ പുൽക്കൂട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പുൽക്കൂട് ഉണ്ടാക്കിയത് പോരാണ്ട് ഇവിടെ വന്നപ്പോൾ 3 ക്രിസ്മസ് അപ്പൂപ്പന്മാരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി അപ്പം എല്ലാവർക്കും ക്രിസ്മസും പുതുവത്സരവും ഒക്കെ നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും ബായ്.